ശ്രീ എം ജയചന്ദ്രൻ, പക്ഷേ നോക്കൂ, ഒരു അധികാര പദവി കിട്ടാതെ വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി ബോധം എത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഇങ്ങനെ പല ഉറപ്പുകളും നൽകിയിട്ടുണ്ടാകണം BJP. അതെന്തായാലും അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയെ നയിക്കാനായി വരുന്നു എന്ന് പറയുമ്പോൾ ആരായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിലൊന്ന്, രാജീവ് ചന്ദ്രശേഖരൻ വെറും വിഷമല്ല കൊടും വിഷമെന്ന് കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ പിണറായി വിജയന്റെയും സംഘപരിവാർ പൊളിറ്റിക്സ് ഇല്ലാത്തയാളാണ് എന്ന് പറഞ്ഞ VD സതീശന്റെയും വാക്കുകളാണ്. ഇതിൽ ഏതിനെ മുൻനിർത്തി വേണം രാജീവ് ചന്ദ്രശേഖരന്റെ ഇനിയുള്ള BJPയെ നയിക്കാൻ പോകുന്ന കാലത്തെ നമ്മൾ കാണേണ്ടത്? രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ ചർച്ചകളിലേക്ക് വരുന്നത് വാസ്തവത്തിൽ എപ്പോഴൊന്നും അല്ല അസിത. ഈ BPL എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു മുൻപ്. വളരെ പ്രശസ്തമായൊരു കമ്പനിയാണ്. ഇന്ത്യയിലെമ്പാടും വേരുകൾ പടർത്തി ഏതാണ്ട് 90-കൾ വരെ അവരുടെ 1985-90 കാലയളവിൽ അവരുടെ അന്നത്തെ ടേൺ ഓവർ എന്ന് പറയുന്ന വിറ്റുവരവെന്ന് പറയുന്നത് 4300 കോടി രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. 4300 കോടി രൂപ 85-90-ലെ വിറ്റുവരവുള്ള BPL കമ്പനി. അപ്പോൾ ഇന്ന് അതിൻ്റെ മൂല്യം എത്രയായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ആ കമ്പനിയുടെ ഉടമസ്ഥൻ കണ്ണൂരുകാരനായ TPG നമ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ മകളെ 91-ൽ ഇദ്ദേഹം വിവാഹം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം BPLൻ്റെ പുതിയ എക്സ്റ്റൻഷൻസ് ഉണ്ടാക്കുന്നു. BPL ടെക്നോളജീസ് ആവുന്നു. പിന്നെ BPL മൊബൈൽ വരുന്നു. കഥകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറവായതുകൊണ്ട് അത് പറയുന്നുമില്ല. BPL മൊബൈൽ വരുന്നു. 95-ൽ അദ്ദേഹം BPL മൊബൈൽ ആരംഭിക്കുന്നു. 2005-ൽ ആ കമ്പനി SR ഗ്രൂപ്പിന് വിൽക്കുന്നു. BPL മൊബൈലും ആ കമ്പനിയൊക്കെ പിന്നെ പുറകോട്ടടിക്കുന്നു. അങ്ങനെയുള്ള കുറേ ചരിത്രങ്ങളിലൂടെയാണ് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധ നേടുന്നത്, വാർത്തകളിൽ ഇടം നേടുന്നത്. പിന്നീട് BPL ഏതാണ്ട് 250ഓളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആ കാലത്ത്, ഞാനീ പറഞ്ഞ 90-കൾ വരെ 250ഓളം അത്യാധുനിക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇന്ത്യയിലെമ്പാടും വിറ്റഴിച്ചിരുന്ന അതിപ്രശസ്തമായൊരു കമ്പനി 2005 ആയപ്പോഴേക്ക് ഏതാണ്ട് അതിൻ്റെ ഒരു അടിത്തറ കണ്ടു തുടങ്ങി. പിന്നീട് ആ കമ്പനി ഇല്ലാതായി, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇദ്ദേഹം ലൈംലൈറ്റിലേക്ക് വരുന്നത് അതുമുതലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 2006-ൽ കർണാടകത്തിൽ അദ്ദേഹം ഒരു രാജ്യസഭാംഗമാകുന്നതാണ്. 2006-ൽ തുടങ്ങിയ രാജ്യസഭാ അംഗത്വം തുടർച്ചയായി പുതുക്കി 2024 വരെ നീളുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഒടുവിൽ വരുന്നുമുണ്ട്. അതങ്ങനെ ഒരു യാത്ര തുടങ്ങുന്നത് ആ 2006-ൽ നിന്നാണ്. രാജ്യസഭ രാഷ്ട്രീയം BJP എന്നൊക്കെ ലൈനിലേക്ക് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ 18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു. അധികം ചെറിയ വോട്ടുകൾക്ക് 16,000-ൽ പരം വോട്ടുകൾക്കാണല്ലോ പരാജയപ്പെടുന്നത്. അങ്ങനെ പരാജയപ്പെട്ട് അദ്ദേഹം എന്നാലും ഒരു ഇൻഡക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് യൂണിയൻ ഗവൺമെൻറ്റിൽ. അത് കിട്ടുന്നില്ല. അതോടുകൂടി താൻ രാഷ്ട്രീയത്തിനോട് തന്നെ ഗുഡ് ബൈ പറയുന്നു എന്ന ഒരു ട്വീറ്റും നടത്തി. കുറച്ച് കഴിഞ്ഞാൽ ട്വീറ്റ് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പോവുകയാണ്. പിന്നീട് കേൾക്കുന്നത് 2025 നവംബറിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് തന്നെ പരിഗണിക്കണം എന്ന ആവശ്യവുമായി അദ്ദേഹം യൂണിയൻ ഗവൺമെൻറ്റിൽ, പ്രത്യേകിച്ചും അമിത്ഷായുടെ മുമ്പിൽ നിരന്തരം നിവേദനവുമായി ചെല്ലുന്ന ആ കഥകളാണ് പിന്നീട് കേൾക്കുന്നത്. പക്ഷേ അത് അംഗീകരിച്ച് കൊടുക്കപ്പെടുന്നില്ല. അംഗീകരിച്ച് കൊടുക്കപ്പെടാതായതോടെ അദ്ദേഹം ഖിന്നനാകുന്നു. അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാകുന്നു. അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കാണ് കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം കേട്ട കഥകളിൽ ഒരു കഥ അസിത എന്താണെന്നറിയുമോ? കേരളത്തിലെ ഗ്രൂപ്പ് പോരാട്ടം വളരെ ശക്തമാണ് BJPയിൽ സംസ്ഥാന ഘടകത്തിൽ. അതുകൊണ്ട് V മുരളീധരൻ 2 പ്രാവശ്യം പ്രസിഡന്റ് ആയ ആളാണ്. ഇനി പറ്റില്ല. പിന്നെ K സുരേന്ദ്രൻ മാറണം. പിന്നെ വരുന്ന ആരാണ്? ശോഭാ സുരേന്ദ്രനെ ഇദ്ദേഹം തന്നെ പ്രപ്പോസ് ചെയ്തതാണ് കേൾക്കുന്നത്. പുതിയ പ്രസിഡന്റ് ആക്കണം എന്ന് ദേശീയ നേതൃത്വത്തിനടുത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ ആ സമയത്ത് കേട്ടിട്ടുള്ളത്. അത് അങ്ങനെ നിൽക്കവെയാണ് തിരുവനന്തപുരത്ത് വീടെടുത്ത് താമസിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് അമിത്ഷാ ആവശ്യപ്പെടുന്നതായി അടുത്ത കഥ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രശ്നം വരുന്നത് ഈ
ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്ക് തൃശ്ശൂർ BJPക്ക് MP ആയി സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രിയാക്കി. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനൊപ്പം തന്നെ ജോർജ് കുര്യനെയും രാജ്യസഭാംഗമാക്കിയിട്ട് പിന്നെ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു നായർ സമുദായാംഗത്തിനെ ജയിച്ചയാളിനെ തന്നെ അവർ കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു. ക്രൈസ്തവ സമുദായാംഗമായ ജോർജ് കുര്യനെ പിന്നെ സഹമന്ത്രിയാക്കുന്നു. പിന്നെ ഒരു ഒഴിവ് വരുന്ന സീറ്റിലേക്ക് മറ്റൊരു നായരെ പരിഗണിക്കാൻ ഇടയില്ല. അപ്പോൾ MD രമേശിൻ്റെ സാധ്യത മങ്ങും. അത്തരം സാധ്യതകൾ ഉണ്ടാവില്ല. അതുകൂടെ ചേർത്താണ് ശോഭാ സുരേന്ദ്രനിലേക്ക് ചർച്ചകൾ വരുന്നത്. പക്ഷേ അത് ആ താല്പര്യം വേണ്ട പോലെ ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ ഒടുവിലത്തെ ഒരു ഇതായിട്ട് കേൾക്കുന്നത് നവംബറിൽ നവംബറിൽ വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ ഇടയുണ്ട് കർണാടകത്തിൽ നിന്ന് രാജ്യസഭാംഗമാക്കുന്നതിനെ പറ്റി. അതിനോടിപ്പോൾ ഇദ്ദേഹത്തിനും പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റിനും താല്പര്യമുണ്ട് എന്നുള്ള നിലയിലാണ് വാർത്തകൾ പിന്നെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഇടനാടുകളിൽ നിന്നൊക്കെ വരുന്നത്. അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ് എന്നൊക്കെയുള്ള കാര്യം ഇനി വരാനിരിക്കുന്ന ആളുകളാണ് തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അതിന് തൊട്ടടുത്ത ഭാഗം പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താണ് കേരളത്തിൽ BJPക്ക് പ്രയോജനം? അതാണ് ഇപ്പം ഒരു സംസ്ഥാന അധ്യക്ഷനെ ആരെ വേണം എന്ന് തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ട്. ഏത് പാർട്ടിക്കാണെങ്കിലും ആ പാർട്ടിക്ക് അവകാശമുണ്ട്. അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വിചിത്രമായ ഒരു അവകാശവാദം കേട്ടത് നിലവിലുള്ള സ്ഥാനം ഒഴിയാൻ പോകുന്ന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെതാണ്. ഇത്രമേൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി BJP അല്ലാതെ വേറെ ഉണ്ടോ എന്നാണ് അദ്ദേഹം മാലവരോട് ചോദിക്കുന്നത്. അതിന് ഉദാഹരണം അദ്ദേഹം ഒരു കാര്യം കൂടെ തിരികെ കയറ്റുകയാണ്. ഏറ്റവും താഴെ തട്ടിൽ മുതൽ ഏറ്റവും മേലെ തട്ടിൽ വരെ തെരഞ്ഞെടുപ്പ് നടത്തി പിന്നെ ആൾക്കാർ നേതൃസ്ഥാനത്തിന് അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ജനാധിപത്യം ഉറപ്പാക്കുന്ന ഒരു പാർട്ടി BJP ഇല്ല മറ്റേതൊരു പാർട്ടിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും എനിക്ക് കടുത്ത സംശയം തോന്നി. കേരളത്തിലെ BJP അണികളുടെയും പ്രവർത്തകരുടെയും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം കേട്ടിട്ടാണോ ഇദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പ്രസിഡന്റ് ആക്കിയത് എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലായിപ്പോയി ഞാൻ. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ അത്തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു പ്രക്രിയയും നടന്നിട്ടില്ല. ഒരു നോമിനേറ്റിംഗ് പ്രക്രിയ മാത്രമാണ് നടന്നത്. മറ്റാരും നോമിനേഷനൊന്നും കൊടുക്കേണ്ട, ഒരൊറ്റയാൾ മതിയെന്ന് ഭരണാധികാരിയായ നാരായണ നമ്പൂതിരിയോട് പറയുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. മറ്റാരും നോമിനേഷൻ കൊടുക്കുന്നില്ല. വൺ ആൻഡ് ഓൺലി നോമിനേഷൻ. ആ ആൾ പിന്നെ ഈ സെലക്ട് ചെയ്യപ്പെടുന്നു. എലക്ട് ചെയ്യപ്പെടുകയല്ല, എലക്ഷനല്ല, ഇവിടെ സെലക്ഷനാണ്. അതാണ് പ്രാധാന്യം. ആ സെലക്ഷന് പോലും ജനാധിപത്യപരമായ വലിയ പങ്കാണ് എന്നാണ് നിലവിലുള്ള സ്ഥാനമൊഴിയാൻ പോകുന്ന പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ അമ്പരന്ന് പോവില്ലേ? സ്വാഭാവികമായിട്ടും ഞാൻ അമ്പരന്നു. എൻ്റെ പ്രിയപ്പെട്ട ജനാധിപത്യമേ, ഇങ്ങനെയൊക്കെയാണോ ഇത്? ദേശീയ പാർട്ടിയായ BJP 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്നു. ഇനി 15ാം കൊല്ലത്തിലേക്ക് കൂടെ മാൻഡേറ്റ് കിട്ടിയ പാർട്ടി ജനാധിപത്യത്തെ സംബന്ധിച്ച് നിർവചിക്കുന്ന ഒരു അവസ്ഥ എത്രമേൽ നമ്മൾ കേട്ടിരിക്കേണ്ടി വരുന്നു ഇതൊക്കെ എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രതിച്ഛായ അവരെ പറ്റി വരുന്നത്. ശ്രമം കൂടിയായിരിക്കാം എന്നുള്ളത് വേണം നമ്മൾ കാണാനല്ലേ? എങ്ങനെയാ സുധ? അതായത് BJP നേതാക്കൾക്കിടയിൽ ഈ നിലയിൽ നമ്മൾ ഒരുപാട് പേരുകൾ പറയുകയും പരിഗണിക്കപ്പെടുകയും ഈ സംഘടനാ പാരമ്പര്യമുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദൂരമല്ലാത്ത കാലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് പ്രചരിപ്പിക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ശ്രമമായുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാകണം സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് എന്ന് കാണാമല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് അൾട്ടിമേറ്റായിട്ട് നമുക്ക് വ്യക്തതയോടെ മനസ്സിലാവുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ എലക്ഷൻ അല്ല, സെലക്ഷനാണ് നടക്കുന്നത്. ആരാണ് സെലക്ട് ചെയ്യുന്നത്? അത് നാഷണൽ ലീഡർഷിപ്പ് സെലക്ട് ചെയ്യും. പിന്നെ ആ സെലക്ഷനിൽ ബാക്കിയുള്ളവരത് അംഗീകരിക്കുക, ഉൾക്കൊള്ളുക, അനുസരിച്ചോളുക. തീർച്ചയായും